1989 ജൂൺ 4 ബെയ്ജിംഗ്, ചൈനയുടെ തലസ്ഥാന ബെയ്ജിങ്ങിലെ നഗരം മധ്യമായ തിയനാൻമെൻ സ്ക്വയറിൽ ഒരു കൂട്ടക്കൊല വിദ്യാർത്ഥി പ്രതിഷേധത്തെ, ജനകീയ പ്രതിഷേധത്തെ ചൈനീസ് ഗവൺമെൻറ് സായുധ സേനകളെ ഉപയോഗിച്ച്, ടാങ്കുകൾ ഉപയോഗിച്ച് ശക്തമായി അടിച്ചമർത്തുന്നു. ലോകം മുഴുവൻ കണ്ട സംഭവങ്ങളാണ്. അന്നത്തെ TV ദൃശ്യങ്ങളും ഫോട്ടോസുമെല്ലാം ഇന്നും വളരെയധികം പ്രചാരത്തിലുണ്ട്. അതിനുശേഷം അതാണ് ഏറ്റവും അവസാനത്തെ ഒരു ജനകീയ സമരം ചൈന കണ്ടിട്ടുള്ളത്. അതിനുശേഷം ആർക്കും ഗവൺമെൻറ്റിനെതിരെ തല ഉയർത്താൻ സാധിച്ചിട്ടില്ല. അന്ന് ആ വിദ്യാർത്ഥികൾ ചെയ്ത ധീരമായ രാഷ്ട്രസ്നേഹത്തോടുകൂടി ചെയ്ത ആ കൃത്യം പിന്നീട് വളരെ സങ്കടകരമെന്ന് പറയട്ടെ ആവർത്തിച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ ഹോങ്കോങ്ങിൽ എൻ്റെ ചൈനീസ് ഭാഷാ പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു. ഹോങ്കോങ് എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഉണ്ടാകുകയും ചൈനീസ് ഗവൺമെൻറ് അടിച്ചമർത്തൽ നടക്കുകയെല്ലാം ചെയ്തപ്പോൾ ഹോങ്കോങ്ങിലെ ടെലിവിഷൻ ചാനൽസ് ബാക്കി എല്ലാ പ്രോഗ്രാമിങ്ങും മാറ്റി വെച്ചിട്ട് 24/7 തിയനാൻമെൻ സ്ക്വയറിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ ചൈനയിൽ ഉള്ള ആൾക്കാർ, ബെയ്ജിങ്ങിലുള്ള എൻ്റെ മറ്റ് ഡിപ്ലോമാറ്റ് സുഹൃത്തുക്കൾ, അവർക്ക് പോലും ഇത്രയും ആക്സസ് ഇല്ലായിരുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്. ചൈനീസ് ടെലിവിഷനിലെല്ലാം സെൻസർഷിപ്പായിരുന്നു. അപ്പോൾ അവർക്ക് ലോക്കലായിട്ട് ന്യൂസ് കിട്ടുന്നില്ല. പിന്നെ CNN ഒക്കെ വന്ന് തുടങ്ങിയിട്ടില്ല ആ സമയത്ത്. പക്ഷേ ഹോങ്കോങ് ചാനൽസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു. ടെലിവിഷനിൽ കൂടെ എന്നും വിദ്യാർത്ഥികളുടെ പ്രസംഗങ്ങൾ, വിദ്യാർത്ഥികളുടെ സമരം, വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ജനങ്ങളുടെ സപ്പോർട്ട്, നേരെ മറിച്ച് അധികാരികളുടെ റെസ്പോൺസ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെ അന്നത്തെ സംഭവവികാസങ്ങൾ മുഴുവൻ മിനിറ്റ് ടു മിനിറ്റ് ഫോളോ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഹോങ്കോങ് തന്നെ ആ ഒരു ഏറ്റവും അവസാനത്തെ ഒരു 4-5 ദിവസം കംപ്ലീറ്റ് ആയിട്ട് സ്തംഭിച്ചു നിന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടുത്ത ബന്ധമാണ് ഹോങ്കോങ്ങിനും ചൈനയ്ക്കും. ഹോങ്കോങ് അന്നും ഒരു ബ്രിട്ടീഷ് കോളനിയാണ്. അതുകൊണ്ട് തിയറിയിൽ അവർക്ക് ഓട്ടോണമിയുണ്ട്. പക്ഷേ ഹോങ്കോങ് എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ ഒരു ടെറിട്ടറിയാണ്. ചൈനയുടെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ, ചൈനയുടെ ശക്തി കമ്പയർ ചെയ്യുമ്പോൾ അവരെന്നും ചൈനയിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത് ഹോങ്കോങ്ങിലെ ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് അവർക്ക് ചൈനയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് താല്പര്യമുണ്ടായിരുന്നു. ചൈനയിലെ കാര്യങ്ങൾ അവരുടെ ഭാവിയെയും ബാധിക്കും എന്നതിനെക്കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ആ തിയനാൻമെൻ സ്ക്വയറിൻ്റെ ഇൻസിഡൻസ് എല്ലാം കണ്ട ശേഷം അവിടെ ഹോങ്കോങ്ങിൽ ഒരു ഫോറിനേഴ്സ് സ്പീക്കിംഗ് ചൈനീസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ലോക്കൽ റേഡിയോ സ്റ്റേഷൻ നടത്തിയ ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിൽ എൻ്റെ ടീച്ചേഴ്സിൻ്റെ എൻകറേജ്മെൻറ്റോടുകൂടി ഞാൻ പങ്കെടുത്തു. അവർ പല ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ സംസാരിച്ചത് തിയനാൻമെൻ സ്ക്വയർ ഇൻസിഡൻറ്റിനെ കുറിച്ചാണ്. എങ്ങനെ വിദ്യാർത്ഥികൾ ധീരമായി അധികാരികൾക്കെതിരെ ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി, ലോകത്ത് എവിടെയെല്ലാം വിദ്യാർത്ഥി സമരങ്ങൾ വലിയ വിപ്ലവങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നതിന് ചൈനീസ് ഭാഷയിലാക്കി പാടുപെട്ട് അധ്യാപകരുടെ സഹായത്തോടുകൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാപ്പാഠം പഠിച്ച്, എന്നാൽ കോൺഫിഡൻസോടുകൂടി ചൈനീസ് ഭാഷയിൽ തന്നെ സംസാരിച്ച് എനിക്ക് അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയുണ്ടായിരുന്നു. എൻ്റെ ഹോങ്കോങ് ജീവിതത്തിലൊരു ഹൈലൈറ്റായിരുന്നു അത്. ചൈനീസ് ഭാഷയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളുമായിട്ടുള്ള വ്യത്യാസം 2 മേഖലകളിലാണ് പ്രധാനമായും. ഒന്ന്, ചൈനീസിനൊരു ആൽഫബറ്റ് ഇല്ല. നമുക്ക് ഇംഗ്ലീഷിന് ആൽഫബറ്റുണ്ട്, ഇന്ത്യൻ ഭാഷകൾക്കെല്ലാം ആൽഫബറ്റുണ്ട്. പക്ഷേ ചൈനീസ് ഭാഷയ്ക്ക് ആൽഫബറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ വേർഡും അവരെ ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഒരു വേർഡ് 1 ക്യാരക്ടറാവാം, 2 ക്യാരക്ടറാവാം, 3 ക്യാരക്ടറാവാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി ഉള്ളൊരു ഭാഷയാണ് ചൈനീസ്. അതിൻ്റെ ഒറിജിൻസ്, ആദ്യകാല ചൈനീസ്
പിക്ടോറിയലായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അവർ ഈ ഗുഹകളിലും മരങ്ങളിലുമെല്ലാം പടം വരച്ച് ആ പടങ്ങളാണ് ഭാഷയിലെ എഴുത്തായി മാറിയിട്ടുള്ളത്. അതിന് ശേഷം ചൈനയുടെ പുരാതന കാലത്ത് അവർ ചൈനീസ് ബ്രഷ് കൊണ്ട് കാലിഗ്രഫിയിലൂടെയാണ് ഇത് എഴുതിയിരുന്നത്. അപ്പോൾ ചൈനീസ് ബ്രഷ് കൊണ്ട് എഴുതാൻ വേണ്ടിയാണ് ഈ ക്യാരക്ടേഴ്സ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതൊരു വളരെ എലീറ്റ്, ഇന്ത്യയെ പോലെ തന്നെ വിദ്യാഭ്യാസം ചുരുങ്ങിയ ഒരു എലീറ്റിൻ്റെ മൊണോപ്പൊളിയായിരുന്നു ചൈനയിൽ. അപ്പോൾ ഒരു എലീറ്റിൻ്റെ ഭാഷയായിരുന്നു. അപ്പോൾ അവർക്ക് ഭംഗിക്ക് വേണ്ടി അവർക്ക് സമയമുണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു, സഹായിക്കാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഇത് ഈ എഴുത്തെല്ലാം എഴുതി ഉണ്ടാക്കി ഒരു ആർട്ടിസ്റ്റിനെ പോലെ വരച്ച് പല സ്ട്രോക്സ്, പല ലൈൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഈ ക്യാരക്ടർ സൃഷ്ടിച്ചത്. പക്ഷേ ആധുനിക കാലത്തെന്ന് പറയട്ടെ ഇത് പഠിക്കാൻ ഭയങ്കര പാടാണ്. ആർക്ക് ഓർത്തിരിക്കാൻ പറ്റും ഓരോ ക്യാരക്ടറിലും എത്ര ലൈൻസ് ഉണ്ട്, എത്ര സ്ട്രോക്സ് ഉണ്ട് എന്നുള്ളത്? ഒരു ചൈനീസ് ഡിക്ഷണറിയിൽ 40,000 ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്, ഏറ്റവും വലിയൊരു ചൈനീസ് ഡിക്ഷണറിയിൽ. സാധാരണ ഒരു പത്രം വായിക്കാനായിട്ട് 4,000 ക്യാരക്ടേഴ്സ് മിനിമം അറിഞ്ഞിരിക്കണം കാണാപ്പാഠമായിട്ട്. അപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം ചൈനീസ് ഭാഷയെ പഠിക്കാനായി യൂണിവേഴ്സിറ്റി പോയപ്പോൾ മിനിമം ഒരു പത്രം വായിക്കാനുള്ള കഴിവെങ്കിലും നമ്മൾ 2 വർഷത്തെ പഠനത്തിന് ശേഷം നേടിയെടുക്കണമെന്നുള്ളതാണ്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ശേഷം അവർ ഈ കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടേഴ്സിനെ സിംപ്ലിഫൈ ചെയ്ത് കുറേ സ്ട്രോക്സൊക്കെ അബോളിഷ് ചെയ്തു, പുതിയ സിസ്റ്റംസ് കൊണ്ടുവന്നു. ആൾക്കാർക്ക് അവർക്ക് എഗെയിൻ ഇന്ത്യയെ പോലെ തന്നെ ഒരുപാട് അല്ലെങ്കിൽ ഭൂരിഭാഗം ജനങ്ങളും എഴുതാനും വായിക്കാനും അറിയാത്തവരായിരുന്നു ചൈന 49-ൽ സ്വാതന്ത്ര്യം നേടിയപ്പോൾ, കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറിയപ്പോൾ. അപ്പോൾ അവരെല്ലാം പഠിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിസ്റ്റം പറ്റില്ല, അത് സിംപ്ലിഫൈ ചെയ്യണം എന്ന തീരുമാനത്തോടുകൂടി ഗവൺമെൻറ് ഒരു സിംപ്ലിഫൈഡ് സിസ്റ്റത്തിനെ കൊണ്ടുവന്നു. മാത്രമല്ല പീപ്പിൾസ് ഡെയിലി, ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പത്രമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ്. പീപ്പിൾസ് ഡെയിലിയിൽ ഡെലിബറേറ്റ് ആയിട്ടും വളരെ സിമ്പിൾ വാക്കുകളെ അവർ ഉപയോഗിക്കുകയുള്ളൂ. അത് റിപ്പീറ്റ് ചെയ്ത് അവരുപയോഗിക്കും, ജനങ്ങൾക്ക് വായിക്കാൻ എളുപ്പമായിരിക്കട്ടെ എന്ന് വിചാരിച്ച്. ആ ഒരു പീപ്പിൾസ് ഡെയിലി വായിക്കാനുള്ള കഴിവായിരുന്നു ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ പാഠം പഠിക്കേ വഴിയുള്ളൂ. വീണ്ടും 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 കുത്തിയിരുന്ന് എഴുതണം. അത് എഴുതി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഒരു 26-ാം വയസ്സിൽ ഞാനൊരു കിൻഡർ ഗാർഡനിലേക്ക് തിരിച്ചു ചെല്ലുകയും ആദ്യമായി ABCD എഴുതി പഠിച്ചതുപോലെ അല്ലെങ്കിൽ ഖ ഗ ഘ ങ എഴുതി പഠിച്ചതുപോലെ എഴുതി കാണാപ്പാഠം പഠിച്ച് ഈ ക്യാരക്ടേഴ്സ് ഓരോന്നായിട്ട് ഒരു മിനിമം 4,000 ക്യാരക്ടേഴ്സ് പഠിക്കേണ്ടി വന്നു. അത് ആ 2 വർഷം ഒരുവിധം മുഴുവൻ എടുത്തു. നമുക്ക് സന്തോഷം എന്ന് പറയട്ടെ, ചൈനീസുകാർ പോലും പലപ്പോഴും മറക്കും എങ്ങനെ എഴുതണം എന്നുള്ളത്. അവർ പോലും പല മിസ്റ്റേക്സ് ഉണ്ടാക്കും. അവർ പോലും പലപ്പോഴും ഡിക്ഷണറി ചെന്ന് നോക്കിയിട്ടാണ് ഒരു ക്യാരക്ടർ എഴുതുന്നത്. ഇന്നും ആ ഭാഷ സിംപ്ലിഫൈ ചെയ്ത ശേഷവും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഭാഷയാണ്, പ്രത്യേകിച്ചും എഴുത്തിലും വായനയിലും. എന്നാൽ കമ്പ്യൂട്ടേഴ്സും ഇന്നത്തെ സ്മാർട്ട് ഫോൺസുമെല്ലാം ഒരു പരിധിവരെ ഇത് എഴുതുന്നതും വായിക്കുന്നതും കുറച്ചുകൂടെ എളുപ്പമാക്കിയിട്ടുണ്ട്. സോ ഇത് ഒരു വശം ഭാഷ പഠിക്കുന്നതിൽ. മറുവശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭാഷകളെല്ലാം മോണോടോണലാണ്, ഒരു ടോണാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസ് നമുക്ക് ഓരോ ശബ്ദത്തിനും ഓരോ സിലബിളിനും മുകളിലും താഴെ ആക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചൈനീസ് ഭാഷയ്ക്ക്, പ്രത്യേകിച്ച് മാൻഡറിൻ, നോർത്തേൺ ചൈനയിലെ ഒഫീഷ്യൽ ഭാഷയ്ക്ക്, ഒഫീഷ്യൽ സ്പോക്കൺ ലാംഗ്വേജിന് 4 ടോണുണ്ട്. മാ 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 മാ. ആദ്യത്തെ മാ ഫ്ലാറ്റ് ടോൺ, രണ്ടാമത്തെ മാ മുകളിലേക്ക് മാ, മൂന്നാമത്തെ താഴെ പോയിട്ട് മുകളിൽ മാ, നാലാമത്തെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു മാ. സോ ഇങ്ങനെ 4 ടോണ് ഉള്ള ഒരു ഭാഷയാണ്. നമ്മൾ പറയുന്ന ഓരോ ശബ്ദവും ആ ടോൺ മാറിയാൽ അർത്ഥം മാറും. മാ എന്ന് നമ്മൾ ഫ്ലാറ്റായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുതിര. മാ എന്ന് താഴെ പോയിട്ട് മുകളിലേക്ക് വരുന്ന ശബ്ദത്തിൽ പറഞ്ഞാൽ, ആ ടോണിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമ്മ. താങ് എന്ന് നമ്മൾ ഫ്ലാറ്റായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂപ്പ്. താങ് എന്ന് നമ്മൾ താഴേന്ന് മുകളിലേക്ക് പോകുന്ന വിധത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷുഗർ. ഓരോ സിലബിളും അതിൻ്റെ ടോൺ അനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. അപ്പോൾ ഇത്
ഈ നമ്മളെപ്പോലത്തെ ഭാഷകൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പാടാണ്. സത്യം പറഞ്ഞാൽ സംഗീതം അറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് മാസ്റ്റർ ചെയ്യാൻ സാധിക്കും. അവർക്ക് ഈ ടോൺസിൻ്റെ വ്യത്യാസം കേട്ടാൽ ഉടനെ അവർക്ക് മനസ്സിലാവും. പാടുന്നവർക്ക് ടോൺസ് ഈ പല മോഡുലേറ്റ് ചെയ്തുകൊണ്ട് ടോണിൻ്റെ വ്യത്യാസം അനുസരിച്ച് മാറ്റുവാനും സാധിക്കും. അങ്ങനെ ചൈനീസ് ഭാഷ പഠിക്കുന്നതിലെ 2 പ്രധാന വെല്ലുവിളി, ഒന്ന് എഴുത്തിലായിരുന്നു, മറ്റൊന്ന് ഈ ടോൺസ് മനസ്സിലാക്കുക, ടോൺസ് പഠിക്കുക, അതാത് കൃത്യസമയത്തിന് അർത്ഥമനുസരിച്ച് ടോൺസ് മാറ്റി സംസാരിക്കുക. മാത്രമല്ല ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയെപ്പോലെ തന്നെ ഈ സ്പോക്കൺ ലാംഗ്വേജസിൽ ഒരുപാട് വെറൈറ്റി ഉള്ള രാജ്യമാണ് ചൈന. ചൈനയുടെ റിട്ടൺ ലാംഗ്വേജ് 226 BC, അതായത് അശോകൻ്റെ കാലഘട്ടത്തിൽ, ഇന്ത്യയിൽ അശോകൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ചൈനീസ് എംപറർ യൂണിഫൈ ചെയ്ത് ചൈനയൊട്ടാകെ ഒരു സ്ക്രിപ്റ്റേ പാടുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റ് കോമൺ ആയി. പക്ഷേ സ്പോക്കൺ ലാംഗ്വേജ് അന്നും വ്യത്യസ്തമാണ്, ഇന്നും വ്യത്യസ്തമാണ്. വീടുകളിൽ ഓരോ റീജിയനിലും അവരവരുടെ റീജിയണൽ ഭാഷയാണ് സംസാരിക്കുന്നത്. ക്യാൻറ്റണിൽ ക്യാൻറ്റനീസ്, ഹോങ്കോങ്ങിൽ ക്യാൻറ്റനീസ്, ഫുജിയനിൽ ഫുജിയൻ ഹുവ, അങ്ങനെ ഓരോ ഷാങ്ഹായിൽ ഷാങ്ഹായ് ഹുവ, ഓരോ റീജിയനിൽ അവരവരുടെ സ്പോക്കൺ ലാംഗ്വേജ് ഉണ്ട്. പക്ഷെ റിട്ടൺ ലാംഗ്വേജ് യുണൈറ്റഡ് ആണ്. അങ്ങനെ പല സ്പോക്കൺ ലാംഗ്വേജസ് ഉള്ളതുകൊണ്ട് ചൈനീസും ഒരു പരിധിവരെ ആൾക്കാർ അവരുടെ ഭാഷ തെറ്റായി പ്രൊനൗൺസ് ചെയ്യുന്നതിനോട് യൂസ്ഡാണ്. പ്രത്യേകിച്ചും ഫോറിനേഴ്സ് അത് പഠിക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും സംസാരത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ പറ്റിയാൽ അവർ വളരെ ടോളറൻ്റ് ആണ്, വളരെ കൺസിഡറേറ്റ് ആണ്. അവർ ചൈനീസ് സംസാരിക്കുന്ന വിദേശികളെ പ്രൈസ് ചെയ്യുക മാത്രമേ ഉള്ളൂ എന്നതാണ് ഹോങ്കോങ്ങിലെയും ചൈനയിലെയും ഭാഷയെ സംബന്ധിച്ചുള്ളൊരു യാഥാർത്ഥ്യം. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഹോങ്കോങ്ങിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അതിമനോഹരമായ ഒരു ഐലൻഡാണ് ഹോങ്കോങ്. ഹോങ്കോങ്ങിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് മെയിൻലൻഡിൻ്റെ ഏറ്റവും അറ്റത്തെ ഒരു ഭാഗം കൂടിയുണ്ട്. ഹോങ്കോങ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ഓപ്പിയം വാർസിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ചൈനയുടെ എംപറർ ചൈനയിലേക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിച്ച ഓപ്പിയമാണ് ബ്രിട്ടീഷുകാരും മറ്റുള്ള ആൾക്കാരും ചൈനയിൽ കൊണ്ടുപോയി വെച്ചത്. ആ ഓപ്പിയം കാരണം അവരുടെ ജനത ഇല്ലാതാകുന്നു എന്ന് കണ്ട് ചൈനീസ് എംപറർ ഓപ്പിയം ഇമ്പോർട്ട് ബാൻ ചെയ്തപ്പോൾ യുദ്ധം നടത്തി, അതിനാണ് ഓപ്പിയം വാർസ് എന്ന് പറയുന്നത്. യുദ്ധം നടത്തി ഫോഴ്സ് ചെയ്ത് ഓപ്പിയം ചൈനയെ കൊണ്ട് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ. ആ ഓപ്പിയം വാർസിൻ്റെ അവസാനത്ത് ഫോഴ്സ് ചെയ്ത് അവർക്ക് ഒരു ടെറിട്ടറി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ തോക്ക് കാണിച്ച് പീരങ്കികൾ കാണിച്ച് ചൈനീസ് എംപററിനെ കൊണ്ട് ഒരു 99 ഇയർ ലീസ് സൈൻ ചെയ്ത ടെറിട്ടറിയാണ് ഹോങ്കോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പിയം വാർസിൻ്റെ ഉൽപ്പന്നമാണ്. യഥാർത്ഥത്തിൽ ഹോങ്കോങ്ങിലെല്ലാം വലിയ ബാങ്ക്, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് ഈ ഓപ്പിയം പണം കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ ബാങ്കാണ്, ബ്രിട്ടീഷ് ബാങ്കാണ്. അപ്പോൾ ഹോങ്കോങ്ങിൻ്റെ ഈ ഒരു ചരിത്രം കണക്കിൽ വെച്ചുകൊണ്ട് ചൈനയ്ക്ക് എന്നും ഹോങ്കോങ് തിരിച്ചു വരണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവർ മനഃപൂർവ്വം അവർക്ക് ഫോഴ്സ് ഉപയോഗിച്ചാൽ എന്ന് വേണമെങ്കിലും ഹോങ്കോങ് എടുക്കാമായിരുന്നു. എങ്കിലും ഹോങ്കോങ് ഒരു ഹൈലി സക്സസ്ഫുള്ളായ ഒരു ഇക്കോണമി ആയതുകൊണ്ട്, ഒരു ഫിനാൻഷ്യൽ സെൻറ്റർ ആയതുകൊണ്ട് അവരത് ചെയ്യാതെ അവരുടെ അന്നത്തെ നേതാവായ തെങ് സിയാപിങ് അയാളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇറക്കിയ ഒരു പോളിസിയാണ് 1 country 2 systems. ഹോങ്കോങ് ചൈനയുടെ ഭാഗമായി തിരിച്ചു വരും, അതിൻ്റെ സോവറിനിറ്റി ചൈനയ്ക്ക് തിരിച്ചു വരും. എന്നാൽ ഹോങ്കോങ്ങിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റം അങ്ങനെ തന്നെ തുടരാനായിട്ട് അവർ അനുവദിക്കും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അത് പ്രകാരമുള്ള ഒരു കരാർ അനുസരിച്ച് 1997 ഹോങ്കോങ് തിരിച്ച് ചൈനയിലേക്ക് ചെന്നത്.
ഞാൻ അവിടെ ജീവിച്ചിരുന്ന 1987 മുതൽ 90 വരെ അതൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. എന്നാൽ ചൈനയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഏരിയ ആയിരുന്നു. ചൈനയെ കാണാനും ചൈനയെ പഠിക്കാനും എല്ലാം ആൾക്കാർ അവിടെയാണ് പോയിരുന്നത്. ചൈന അതിൻ്റെ ഓപ്പണിംഗ് അപ്പ് പോളിസി തുടങ്ങിയപ്പോൾ ചൈനയിലേക്കുള്ള ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നത് ഹോങ്കോങ്ങിലെ വലിയ ബിസിനസ്സുകാരിൽ നിന്നുമാണ്. ഹോങ്കോങ്ങും ചൈനയും തമ്മിൽ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു, റോഡ് കണക്ഷൻസ് ഉണ്ട്. അന്ന് ചൈനയിലെ ഏറ്റവും ആദ്യം തുറന്ന ഷെൻജൻ എന്ന് പറയുന്ന നഗരം ഹോങ്കോങ്ങിന് തൊട്ടപ്പുറത്തായിരുന്നു. ചൈനീസ് ഭാഷ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2 രസകരമായ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, ആദ്യം എല്ലാ ഫോറിനേഴ്സും ചെയ്യുന്നത് ഒരു ചൈനീസ് പേര് എടുക്കുക എന്നുള്ളതാണ്. അത് സാധാരണ ചൈനീസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ആ പേര് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭാഷയിലുള്ളതുപോലെ നമ്മുടെ പേരുകൾക്കെല്ലാം അർത്ഥമുള്ളതുപോലെ ചൈനീസ് ഭാഷയിലും പേരുകൾക്ക് അർത്ഥമുണ്ട്. പക്ഷേ അവരുടെ നെയിംസ് ലിമിറ്റഡ് ആണ്, നമ്മുടെ അത്രയും റേഞ്ച് ഇല്ല. അവരുടെ സർനെയിംസ് എല്ലാം വളരെ കോമൺ ആണ്. അപ്പോൾ എൻ്റെ പേര് വേണു രാജാമണി എന്ന പേര് നോക്കിയപ്പോൾ എൻ്റെ അധ്യാപകർ, ഹോങ്കോങ്ങിലെ ചൈനീസ് ഭാഷാ അധ്യാപകർ, അവർക്ക് വേണു രാജാമണി അവർക്കെല്ലാം കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടും ക്യാച്ച് ചെയ്തത് ആ മണി എന്ന് പറഞ്ഞ ശബ്ദമാണ്. ചൈനയിലെ ഏറ്റവും പോപ്പുലറായ ഒരു സർനെയിമാണ് മണി, പൈസ എന്നർത്ഥമുള്ള വാക്ക്. അതിന് ചൈനീസിൽ സ്പെല്ല് ചെയ്യുന്നത് QIAN എന്നാണ്, പറയുന്നത് ചിയൻ എന്നാണ്. ചൈനയുടെ ഒരു മുൻ ഫോറിൻ മിനിസ്റ്റർ, വളരെ അറിയപ്പെട്ടിരുന്ന ഫോറിൻ മിനിസ്റ്ററിൻ്റെ പേര് ചിയൻ ചീച്ചൻ എന്നായിരുന്നു. ഇതേ മണി എന്ന ഒരു സർനെയിമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ സർനെയിം ചൈനീസിൽ ചിയൻ എന്നാണ്. ഈ രാജാമണിയിൽ നിന്നും മണിയിൽ നിന്നും എടുത്ത് ചിയൻ എന്ന സർനെയിമാണ് അവർ വെച്ചത്. പലപ്പോഴും എൻ്റെ ചൈനീസ് പേര് എന്താണെന്ന് ചോദിച്ച് ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ അവർ കളിയാക്കും, ഓ യു ആർ മിസ്റ്റർ മണി എന്ന് പറഞ്ഞ്. ഞാൻ പറയും ഐ ആം മിസ്റ്റർ മണി വിത്ത് നോ മണി, ഐ ഡോണ്ട് ഹാവ് എനി മണി എന്ന്. പിന്നീട് എൻ്റെ ചൈനീസ് പേരിൽ വേറെ 2 വാക്കുകൾ കൂടിയുണ്ട്. വേണുവിനൊരു തുല്യമില്ലായിരുന്നു. വേണുവിൻ്റെ അർത്ഥം അവർക്കറിയില്ലായിരുന്നു. ഫൊണറ്റിക്കലി ചൈനീസ് ഭാഷയിൽ സിലബിൾസ് നമ്മുടെ ഭാഷ അത്രയില്ല. അതുകൊണ്ട് വേണു എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. അതിന് പകരം അവർ വെയ് എന്ന് പറഞ്ഞ ഒരു വാക്ക് തിരഞ്ഞെടുക്കുകയും ലുവൻ എന്ന് പറഞ്ഞ രണ്ടാമതൊരു വാക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ചിയൻ വെയ് ലുവൻ എന്നാണ് എൻ്റെ ചൈനീസ് പേര്. ഇതിന് വളരെ നല്ല അർത്ഥമുണ്ട്. ആദ്യത്തെ അർത്ഥം പണമാണെങ്കിലും രണ്ടാമത്തെ അർത്ഥം ഗ്രേറ്റ്നെസ് എന്നാണ്. മൂന്നാമത്തെ അർത്ഥം എത്തിക്സ് എന്നാണ്. അപ്പോൾ മിസ്റ്റർ മണി ഗ്രേറ്റ് എത്തിക്സ് എന്നതാണ് മുഴുവൻ പേരിൻ്റെയും അർത്ഥം. ഈ പേരാണ് അതിനുശേഷവും ഇന്നും ചൈനീസ് ആൾക്കാരോട് ചൈനീസ് ഭാഷയിൽ സംസാരിക്കുകയും അവരുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത്. ചൈനീസ് ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായി പഠിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചൈനീസ് ഭക്ഷണം കഴിക്കണമെങ്കിൽ ചോപ്സ്റ്റിക്സ് ഉപയോഗിച്ച് കഴിക്കാൻ പഠിക്കണം. അത് ഹോങ്കോങ്ങിലായിരുന്നെങ്കിലും ചൈനയിലാണെങ്കിലും. ഇന്ന് എല്ലായിടത്തും ഫോർക്കൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ആ ട്രഡീഷണൽ രീതി ആ ചോപ്സ്റ്റിക്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് തുടക്കത്തിൽ ഭയങ്കര പാടാണ്. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഇതല്ലേ നമുക്കതൊരു ശീലമായി മാറുള്ളൂ. ഇന്ന് എനിക്കതൊരു ശീലമാണ്. എന്നാൽ തുടക്കത്തിൽ വളരെ പാടായിരുന്നു. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒരുമിച്ച് ചൈനീസ് ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പോൾ അവർ കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയുടെ പ്ലേറ്റ് മുന്നിൽ വെച്ചിട്ട് പറയും ചോപ്സ്റ്റിക്ക് കൊണ്ട് അത് പറക്കിയെടുക്കൂ അല്ലെങ്കിൽ അത് കഴിക്കൂ എന്നുള്ളത്. ഈ വറുത്ത കപ്പലണ്ടി എണ്ണയിൽ വറുത്തതായതുകൊണ്ട് ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ അത് ചോപ്സ്റ്റിക്കിൽ എടുക്കാൻ ശ്രമിച്ചാൽ അത് വീണുകൊണ്ടേയിരിക്കും. കുറേ പാടുപെട്ട് നമ്മുടെ കൈ ശരിക്കും ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ യൂസ്ഡ് ആകുമ്പോൾ മാത്രമാണ് നമുക്കത് പിക്ക് ചെയ്ത് നമുക്ക് വായിക്കാത്തിടാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം, ഈ നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ ചില്ലി 67 ഗോബി 64, ചില്ലി ചിക്കൻ, ഇതൊന്നും ചൈനീസ് ഫുഡിലില്ല. ഇതൊക്കെ ഇന്ത്യക്കാർ അഡാപ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ചൈനീസ് ഫുഡാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഇതും നമ്മുടെ സ്പൈസസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചൈനീസ് ഫുഡാണ്. സോ യഥാർത്ഥത്തിൽ അതിനൊരു ഇന്ത്യൻ ടേസ്റ്റാണുള്ളത്.
നേരെ മറിച്ച് ചൈനയിൽ ചെന്നാൽ അവർ ചൈനീസ് സ്പൈസസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഇന്ത്യയിൽ നിന്നും ആൾക്കാർ അവിടെ വന്നിട്ട് പറയും, അയ്യോ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസിൻ്റെ അത്രയും കൊള്ളില്ല, അത് നാട്ടിലെ ചൈനീസ് പോലെയല്ല. അതിന് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസ് വ്യത്യസ്തമാണ്. ഇന്ത്യൻ സ്പൈസസ് യൂസ് ചെയ്യുന്നു, അതിനൊരു ഇന്ത്യൻ ടേസ്റ്റ് വരുന്നു. പക്ഷേ ഓത്തൻറ്റിക് ചൈനീസ് എന്ന് പറയുന്നത് ചൈനീസ് സ്പൈസസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചൈനീസ് ഫുഡാണ്. ഇന്ത്യയെ പോലെ തന്നെ നമുക്ക് ഓരോ സംസ്ഥാനത്തിനും പലതരം ക്വിസീൻ ഉള്ളതുപോലെ ചൈനയിലും ഓരോ തരം സംസ്ഥാനങ്ങൾക്ക്, ഓരോ റീജിയന് അവരവരുടേതായ ക്വിസീനുണ്ട്, വളരെയധികം വൈവിധ്യമുണ്ട് അവരുടെ ഫുഡ് ഹാബിറ്റ്സിൽ. അവർക്കൊരു വെജിറ്റേറിയൻ സ്കൂൾ ഓഫ് ക്വിസീനുണ്ട്, അത് സാധാരണ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസായിട്ട് അസോസിയേറ്റഡ് ആണ്. ഹോങ്കോങ്ങിൻ്റെ വലിയൊരു ട്രഡിഷൻ എന്ന് പറയുന്നത് യംചാണ്. എനിക്ക് ഇന്നും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ട്രഡിഷനാണ്. ഈ യംച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചായ കുടിക്കാൻ പോവുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ഒരു 11 മണിക്ക്, പ്രത്യേകിച്ചും ശനിയും ഞായറും വീക്കെൻഡ്സിൽ, കുടുംബസമേതം കൂട്ടുകാരോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ചായ കുടിക്കുക, ചെറിയ സ്നാക്സ് കഴിക്കുക എന്നുള്ളത് വലിയ ഒരു ട്രഡിഷനാണ്. അപ്പോൾ ഈ സ്നാക്സിന് പറയുന്നതാണ് ഡിംസം. കാന്റനീസിൽ ഡിംസം എന്ന് പറയും. പലപ്പോഴും ഇന്ത്യയിലും ചില റെസ്റ്റോറൻറ്റ്സിൻ്റെ മെനുവിലെല്ലാം നമുക്ക് കാണാം. ചൈനയിലെ ചൈനീസ് ഭാഷയിൽ തിയൻഷീൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ടേസ്റ്റ് ചെയ്യാനുള്ള ചെറിയ സാധനം എന്നാണ്. ഹോങ്കോങ്ങിൽ ഇത് സാധാരണ അവർ ഈ ചെറിയ ട്രോളി കാർട്ട്സ് ഉണ്ടാവും. ഒരുപാട് വെയിറ്റേഴ്സും സാധാരണ പ്രായമായ സ്ത്രീകളെല്ലാം ഇങ്ങനെ ട്രോളി കാർട്ട്സ് ഉന്തിക്കൊണ്ട് വരികയും ആ ട്രോളി കാർട്ടിനകത്ത് പല ലെവലിലായിട്ട് പലതരം ഡിംസും ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളൊരു റൗണ്ട് ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അവരത് കാണിക്കും. എന്നിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം, ഇന്ന സാധനം വേണം, മറ്റു സാധനം വേണം, ഏതാണ് നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത്, അതിലെന്താണ് ഉള്ളതെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. അങ്ങനെ ട്രോളി കാർട്ട്സിൽ ഓരോ ടേബിളിലും പലതരം പലഹാരങ്ങൾ കൊണ്ടുവന്ന് ആ പലഹാരങ്ങൾ തിരഞ്ഞെടുത്ത്, ചൈനീസ് ഭക്ഷണ രീതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം കോമൺ പ്ലേറ്റ്സ് ആണ്. സോ ഒരു പ്ലേറ്റ് ഫ്രണ്ടിൽ വെച്ചാൽ എല്ലാവരും അവരുടെ ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ആ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് സ്വന്തം പ്ലേറ്റിൽ വെച്ച് കഴിക്കും, അല്ലെങ്കിൽ നേരിട്ട് കഴിക്കും. പ്രസിഡന്റ് വെങ്കട്ടരാമൻ ആഗ്രഹിച്ചിരുന്നത് ഒരു കറുത്ത ഷെർവാനി ഇടുക എന്നുള്ളതാണ് ആ ചടങ്ങിൽ. എന്നാൽ പുള്ളിയുടെ അസിസ്റ്റൻസ് കറുത്തതിന് പകരം ഒരു വെളുത്ത ഷെർവാനിയാണ് കൊണ്ടുവന്നത്. പ്രസിഡന്റ് വെങ്കട്ടരാമൻ ഒരു കാരണവശാലും വെളുത്തതിടില്ല, അത് തെറ്റാണ്, പുള്ളിക്ക് അത് ഇഷ്ടമില്ല. ഇങ്ങനത്തെ ഒരു ചടങ്ങിന് ഒഫീഷ്യൽ ഡ്രസ്സായ കറുത്ത ഷെർവാനി തന്നെ ഇടണമെന്ന് ഭയങ്കര നിർബന്ധം.